ഏട്ടാ മാഷേ നാട്ടകം തകർക്കണ കേട്ടാ. മോളെ ഐഷ. എന്താണ് ബാപ്പാ? മോളെ ബാപ്പ നമ്മള് തേയില വാങ്ങിക്കാൻ പോണി കേട്ടാ. ഒന്ന് പതുക്കി ഇടണ നമുക്ക്. ഞമ്മ ഷാരി പോയല്ല. ഐഷ നീ ഷർട്ട് തന്നെ എടുത്ത് കായ് കൂടി. ഈ കൊച്ചു ഷർട്ടിയൊക്കെ എന്തിനാ കൊണ്ടുവരുന്നത്? കുഞ്ഞിനെ അറിയാൻ പാടില്ലാട്ടെ, കൊച്ചിനാ ചൂട് കൂടുതൽ. ഓ പിന്നെ എന്നാ കായ് ഞാൻ കുറച്ചേ തരത്തുള്ളൂ. കായ് നമ്മളൊരു ബാപ്പാനോട് മേടിച്ചോളാം. എന്നാ ബാപ്പ വന്ന പിന്നെ ചിരട്ട എണ്ണിയാ മതി. അയാളുടെ കാശ് കൊടുത്ത് പറഞ്ഞയക്കും ഐഷ. അത് നമ്മൾ നോക്കിക്കോളാം. നിങ്ങൾ എന്തിനാ തിരക്കുന്നത്? വേണ്ട കുഞ്ഞ്, വഴക്ക് പിടിക്കണ്ട. നമ്മൾ പോയിട്ട് ഇങ്ങോട്ട് പറയാം. ചിരട്ട ഇവിടെ കിടന്നുണ്ട്. ഏയ് കണക്കെഴുത്തുകാരാ, നമ്മളോട് പിണക്കമാണോ? ഞാനിവിടെ വരുന്ന ഐഷയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. നിങ്ങൾ എന്തൊരു മനുഷ്യനാണിപ്പാ. ആ ഷർട്ടുകാരനെ ഓടിക്കാൻ വേണ്ടിയല്ലേ നമ്മളങ്ങനെ പറഞ്ഞത്? അയാളെ ഓടിക്കുന്നത് എന്തിനാണ്? പിന്നെ അയാൾ ഇവിടെ നിന്നാൽ ഞാൻ നിങ്ങളോട് എങ്ങനെ വർത്താനം പറയാൻ കഴിയും? എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ മനസ്സ് കല്ലാണ്. ഇതൊക്കെ എന്ന് തുടങ്ങി? ഏതൊക്കെ? അല്ല ഈ പുതിയ പറ്റുപടിയൊക്കെ തുടങ്ങിയ തീയതി കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്താ അറിഞ്ഞ തീരെ നിർബന്ധമുണ്ടോ? അയ്യോ എന്റെ കുഞ്ഞെ, ഞാനൊരു ദുരുദ്ദേശവും വെച്ച് ചോദിച്ചല്ല. ഞാൻ ഒരു ദുരുദ്ദേശം വെച്ച് പറഞ്ഞതുമല്ല. പിന്നെന്താ കുഞ്ഞിങ്ങനെ ഇരിക്കുന്നേ? എന്തെങ്കിലും കാര്യം കാണുമായിരിക്കും. മിസ്റ്റർ, നിങ്ങൾ എന്താ ചിരിക്കുന്നത്? അല്ല എന്തെങ്കിലും കാര്യം എനിക്കും കാണുമായിരിക്കും. കുഞ്ഞേ, ഐഷുമ്മേ, കടുപ്പത്തിലൊരു ചായ ഇഞ്ഞ് പോരട്ടെ. കുഞ്ഞിനിപ്പോ ചായ വേണ്ടായിരിക്കും. വാപ്പ വന്നിട്ട് ചായ തരാം. അതെന്താ? പഞ്ചകസാര ഇല്ലായിരിക്കും. പഞ്ചകസാര വേണമെന്നില്ലല്ലോ ചായക്ക്. ഇവിടെ തരാനുള്ള കായ തന്നിട്ടേ നിങ്ങൾക്ക് ചായ തന്നാ മതി എന്ന് വാപ്പ പറഞ്ഞിട്ടുണ്ട്. ഓ ഓ ഓ അങ്ങനെ ഒരു കാര്യം കിടക്കുന്നു. കാശെടുത്ത് പടിപ്പുറത്ത് വെച്ചതാ, മറന്നുപോയി. എങ്ങനെ ഉറക്കാനാ? 100 കൂട്ടം കാര്യമില്ലയോ. പിന്നെ എന്നാ നിങ്ങൾ വെക്കം പോയിട്ട് അത് എടുത്തോണ്ട് വരും. ഇനിയിപ്പോ അതിനൊക്കെയുള്ള സമയമുണ്ടോ? അതുമല്ല, നമ്മുടെ പെമ്പറന്ന ഒരു വല്ലവർക്കും എടുത്ത് ധർമ്മം കൊടുത്തേ ആയിരിക്കുമോ എന്നാ ഒരു സംശയം. അല്ല, നിങ്ങൾ കായം കൊണ്ടേ കടയിൽ വരത്തുള്ളൂ ഇപ്പൊ വയ്യിൽ വെച്ച് നമ്മളോട്ട് പറഞ്ഞിട്ട് ഇപ്പൊ നോക്കിയാൽ ഒരു കാശിന്റെ കാര്യം. ഞാൻ നിങ്ങൾക്ക് എത്ര രൂപ തരാറുണ്ട് അറിയാമേ? 4 രൂപ 12 അണയുണ്ട്. ഈ 4 രൂപ 12 അണയിൽ 2 രൂപ അടുത്ത മാസത്തിൽ തരുന്നു. ബാക്കിയൊന്നുണ്ട്. ബാക്കി 2 രൂപ 12 അണയുണ്ട്. ഈ 2 രൂപ 12 അണയിൽ 2 രൂപ അടുത്ത ആഴ്ചയിൽ ഞാൻ ഇവിടെ കൊണ്ടുതരുന്നു. ബാക്കിയൊന്നുണ്ട്. ബാക്കി 12 അണ ഉണ്ടെന്നാല് ഈ 12 അണയില് 8 അണ അടുത്ത ആഴ്ചയിൽ ഞാൻ പേഷ്കാരികൾക്കെന്റെ അവിടെ പോയിട്ട് വരുന്ന വഴിക്ക് ഇവിടെ കൊണ്ടുവന്ന് മുതലാളിയുടെ കയ്യിൽ തരുന്നു. കണക്കായിരിക്കണം, കണക്ക് വെച്ചെടുത്ത്. ബാക്കി എന്തുണ്ട്? ബാക്കി എന്തുണ്ടാകാനാണ്? ബാക്കി 4 അണയുണ്ട്. ഈ 4 അണയ്ക്ക് വേണ്ടിയാണോ താനീ മരിക്കാൻ നിൽക്കുന്നത്? 4 അണ എനിക്ക് പുല്ലാടോ? അല്ല നമുക്ക് നമ്മളെ കണക്ക് പറഞ്ഞ് പറ്റിച്ചു കളഞ്ഞല്ല. പറ്റിച്ചു മുതലാളി, പറ്റിച്ചു. കണക്കിന്റെ കൊടിനെ വിടാൻ പാടില്ല. എന്താണത് ഭാഷ? ക്ഷണിക്കപ്പെട്ടവർക്ക് സീറ്റ് കൊടുത്തതിന് ശേഷമേ നിങ്ങൾക്കെല്ലാം ഉള്ളൂ. നിങ്ങൾ എന്താണ് നമ്മളെ ക്ഷണിച്ചാൽ നമുക്കെന്താ ഭാലില്ലേ? ഭാല് സംഭാവന കൊടുത്തവർ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. നിങ്ങളെന്താണ് നമുക്ക് സംഭാവന തരാഞ്ഞെന്ന്? നമ്മളെ പിടിക്കരുത് കേട്ടോ. കുട്ടി താഴെ കേട്ടോ. വീറാനെ നമുക്ക് ഭാസ് വേണമെന്ന്. വീറാന് ഭാസുണ്ടോ? നമ്മളോട് വേണ്ട കേട്ടോ. മനസ്സിലിരിക്കട്ടെ. കളി തുടങ്ങാറായില്ല വീറാനെ. മോനെ എവിടെ ഇരുന്നു? കുട്ടി താഴെ ഇറക്കും. മനസ്സില്ല. ഏയ് പറഞ്ഞത് മനസ്സിലായില്ലേ? കുട്ടി താഴെ ഇറക്കി വെക്കണം. ഇപ്പൊ മനസ്സിലോടോ. അവൻ കിടന്ന് കറങ്ങിട്ട് നമ്മൾ കൊണ്ടുവന്നാണ്. അവന് കളി കാണണം, കളി. അവിടെ ഇരുന്നോടാ മോനെ. സമ്മതി. അവൻ കറിയും വീറാനെ. ചുമ്മാ പ്രഭു, അങ്ങയെ ആനന്ദിപ്പിക്കാൻ വേണ്ടി അടിയൻ എന്തെല്ലാം ചെയ്യുന്നു. പക്ഷെ അങ്ങയുടെ ഈ വിഷാദഭാവം കൂടുതലല്ലാതെ കുറയുന്നില്ല. അടിയൻ നിസ്സഹായനായി പോകുന്നു തിരുമേനി. അടിയൻ എന്ത് ചെയ്യണം? കൽപ്പിച്ചാൽ തിരുമേനി. നാം എങ്ങനെ വിഷാദിക്കാതിരിക്കും?
നമ്മുടെ പ്രാണപ്രേയസിയുടെ അവസാന നിമിഷത്തിൽ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലിബിയൻ മണൽക്കാടുകളുടെ നടുവിൽ ലോകാവസാനത്തോളം നിലനിൽക്കുന്ന ഒരു സ്മാരകം പണിയണമെന്ന്. അത് നിറവേറ്റുവാൻ നമുക്കൊണ്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. ക്ഷമിച്ചാലും പ്രഭു, ചുട്ടുപഴുത്ത മണൽപ്പരപ്പിലൂടെ ലിബിയൻ മണൽക്കാടിന്റെ ഹൃദയത്തിലേക്ക് ഒരു കല്ല് വലിച്ചെത്തിക്കുക എന്നത് നിസ്സാരമല്ല പ്രഭു. അപ്പോൾ നമ്മുടെ ആത്മവല്ലഭയോട് നാം ചെയ്ത വാഗ്ദത്വം ഒരിക്കലും നിറവേറപ്പെടുകയില്ലെന്നും സ്വന്തം പ്രേയസിക്ക് വേണ്ടി ഒരു സ്മാരകം പടുത്തുയർത്തുവാൻ കഴിവില്ലാത്ത ഈ രാജാധികാരം വെറും സർപ്പശിരസിലെ മാണിക്യം പോലെയാണ്. അങ്ങനെ കൽപ്പിക്കരുത്. എന്തുകൊണ്ട്? ലിബിയൻ മണൽക്കാട് അവിടത്തേക്ക് അറിയാൻ പാടില്ലാത്തതല്ല. പകൽ മുഴുവൻ ചുട്ടുപഴുത്ത മണൽപ്പരപ്പിൽ തീ പാറുന്നത് പോലെ കൊടുങ്കാറ്റടിക്കുകയാണ്. മണൽക്കാടുകൾ പിന്നെ കുളിർകാറ്റ് വീശുമോ? തണൽ അശേഷമില്ല. കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടുകയില്ല. രാത്രി കാലങ്ങളിൽ ഭയങ്കരമായ തണുപ്പാണ്. അതാണ് മണൽക്കാടുകളുടെ ലക്ഷണം. അവയെല്ലാം നേരിട്ടുകൊണ്ട് എണ്ണമറ്റ അടിമകൾ കല്ലുകളും വലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് തിരുവേണി. കല്ലുകൾ ലക്ഷ്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കൊടുക്കുമെന്നുള്ള അങ്ങയുടെ വിളംബരം ഒന്നുകൊണ്ട് മാത്രമാണ് അടിമകൾ ഈ സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. നാം പറഞ്ഞ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. അതൊന്നുകൊണ്ട് മാത്രമാണ് സ്മാരകം പണിയണമെന്ന് നാം ശ്രദ്ധിക്കുന്നത്. പക്ഷേ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ അടിമകളിൽ പലരുടെയും ആത്മാക്കളാണ് തിരുമേനി സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. ലിബിയൻ മണൽക്കാട്ടിൽ നിന്ന് അടിമകളുടെ ശവങ്ങൾ കുന്നുകൂടുകയാണ് തിരുമേനി. അവിടുത്തെ കൊടുങ്കാറ്റിൽ നിന്ന് ചീഞ്ഞഴിഞ്ഞ ശവങ്ങളുടെ ദുർഗന്ധമുണ്ട് തിരുമേനി. എങ്കിലും കല്ലുകൾ നീങ്ങുകയാണ്. അല്ല, കല്ലുകളല്ല, നമ്മുടെ ആയുസ്സാണ് നീങ്ങുന്നത്. അപ്പോൾ നാം മരിക്കുന്നതിന് മുമ്പ് ആ സ്മാരകം പൂർത്തിയായി കാണുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാകും തിരുമേനി. മഹാറാണിയുടെ അന്ത്യാഭിലാഷം പൂർത്തീകരിക്കാൻ വേണ്ടി മനുഷ്യ സാധ്യമായ എല്ലാം ചെയ്യുന്നുണ്ട്. മരിക്കാതെ ശേഷിച്ചിട്ടുള്ള അടിമകൾ ഇപ്പോഴും കല്ലുകളും വലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ ആരും സഞ്ചരിക്കാത്ത ലിബിയൻ മരുഭൂമിയിൽ കൂടി കല്ലുകൾ നീങ്ങുകയാണ് തിരുമേനി. കല്ലുകൾ നീങ്ങുന്നു. വലിക്കൂ യമിൽ, വലിക്കൂ, സർവശക്തിയും ഉപയോഗിച്ച് വലിക്കൂ. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇനിയും ഒരു വെളിപ്പാട് അകലം മാത്രം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാനും നീയും നമ്മുടെ പൊന്നുമകനും സ്വതന്ത്രരാണ്. വലിക്കൂ. ഒരു നിമിഷം നമുക്കിവിടെ വിശ്രമിക്കാം. ഒരു നിമിഷം മാത്രം. പാടില്ല. ലിബിയൻ മണൽക്കാട്ടിലെ ഒരു നിമിഷത്തിന്റെ വില നിനക്കറിയില്ല. അതെ, അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ വിലയാണ്. വലിക്കൂ, വലിക്കൂ യമിൽ. ഒന്നൊന്നായി അടുക്കി വെച്ചിരിക്കുന്ന ആ ശിലാഖണ്ഡങ്ങൾ കണ്ടോ? മരിച്ചു വീഴുന്നതുവരെ ഞാൻ വലിക്കാം. വലിക്കൂ, വലിക്കൂ. വയ്യ, ആകെ തളർന്നു. നമ്മുടെ മകനെങ്കിലും സ്വതന്ത്രനാകട്ടെ. വലിക്കൂ. ഒരു തുള്ളി വെള്ളം, ഒരു തുള്ളി വെള്ളം. വെള്ളം, വെള്ളം. നോക്കെത്താത്ത വിധം ചുട്ടു പഴുത്തു പരന്നു കിടക്കുന്ന ഈ ലിബിയൻ മണൽക്കാട്ടിൽ വെള്ളമോ? യമിൽ, ഈ മരുഭൂമിയിൽ ചിതറിക്കിടക്കുന്ന അടിമകളുടെ ശവശരീരങ്ങൾ നീ കാണുന്നില്ലേ? അവരാരും വെള്ളത്തിന് വേണ്ടി ദാഹിച്ചില്ല. ഒരൊറ്റ ദാഹം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള തീരാത്ത ദാഹം. ഈ അവസാന നിമിഷത്തിൽ നീ തളരുന്നു. യമിൽ, നമ്മൾ സ്വതന്ത്രരാകാൻ പോവുകയാണ്. ഇനിയും ഒരല്പദൂരം മാത്രം. വലിക്കൂ, വലിക്കൂ യമിൽ, വലിക്കൂ. സർവശക്തിയും ഉപയോഗിച്ച് വലിക്കൂ, വലിക്കൂ യമിൽ. യമിൽ, 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 യമിൽ. വെള്ളം, വെള്ളം. ദൈവമേ, എന്റെ യമിലിന്റെ ദാഹം തീർക്കാൻ ഒരു തുള്ളി വെള്ളം തരൂ, ഒരു തുള്ളി വെള്ളം തരൂ ദൈവമേ. ഒരു തുള്ളി വെള്ളത്തിന് ഞാൻ എവിടെ പോകട്ടെ? എമിൽ, നിന്റെ ദാഹം തീർക്കാൻ വെള്ളം ഞാൻ തരാം, വെള്ളം ഞാൻ തരാം എമിൽ. എമിൽ, കുടിക്കൂ യമിൽ, വെള്ളം കുടിക്കൂ യമിൽ. എമിൽ, 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 എമിൽ.
എന്റെ ദൈവമേ, ബ്രൂണോ, 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 മോനെ, എന്റെ പൊന്നു മോനെ, നീ വല്ല വിട്ടു പോയോടാ, നീ വല്ല വിട്ടു പോയോടാ മോനെ. ബ്രൂണോ, അടിമയായി ജനിച്ച നിനക്ക് നിന്റെ അമ്മയുടെ മുലപ്പാൽ പോലും സ്വതന്ത്രമായി കുടിക്കുവാൻ കഴിഞ്ഞില്ല. മരണത്തിന് ശേഷമെങ്കിലും നിങ്ങൾ സ്വതന്ത്രരായി പുണർന്നു കിടക്കുക, സ്വതന്ത്രരായി കെട്ടിപ്പുണർന്നു കിടക്കുക. മനുഷ്യന്റെ കിരാതത്വം ഇനി ഒരിക്കലും നിങ്ങളെ വേർപെടുത്തുകയില്ല. മൃഗീയ മേധാവിത്വം ഇനി ഒരിക്കലും നിങ്ങളെ അടിമകളാക്കുകയില്ല. ഇതാ ഇതാ അടിമയായ എനിക്ക് നിങ്ങൾക്ക് തരുവാനുള്ള അവസാനത്തെ ഒരു പിടി മണ്ണ്. ഹൃദയമില്ലാത്ത ശിലാഖണ്ഡമേ, നിനക്കും ദാഹിക്കുന്നുണ്ടോ? വരൂ എന്റെ പിന്നാലെ, വരൂ. അനുസരണയുള്ള എന്റെ കൊച്ചുമകൻ ബ്രൂണയെ പോലെ വരൂ എന്റെ പിന്നാലെ. എബിൽ, എബിൽ, ബ്രൂണോ, എബിൽ, ബ്രൂണോ, ബ്രൂണോ. ആ സ്വാതന്ത്ര്യദാഹത്തിന്റെ കഥ അങ്ങനെ അവസാനിച്ചു. എണ്ണമറ്റ അടിമകൾ മരണമടഞ്ഞിട്ടും കല്ലുകൾ നീങ്ങി. അങ്ങനെ ഇന്ന് ലോകത്തിലെ മഹാത്ഭുതമായി തീർന്നിരിക്കുന്ന പിരമിഡ് പൂർത്തിയാക്കപ്പെട്ടു. അർപ്പണി ഞാൻ കേശവന്മാരുടെ അടുത്ത് പറഞ്ഞയച്ചിരിക്കുകയാണ്. അങ്ങോട്ട് വിചാരിച്ചാൽ എന്തെങ്കിലും ജോലി കിട്ടും. അപ്പോഴേ ചേട്ടാ, ആണുങ്ങൾക്ക് എത്രയാ വാക്ക്? എന്താ പണിക്കര് അങ്ങനെ ചോദിച്ചേ? പ്രഭാകരനൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു? പറഞ്ഞു പണിക്കര്. ഞാനൊരു ചെറിയ സർക്കാർ ജോലിയൊക്കെ പറഞ്ഞ് ശരിപ്പെടുത്തി വെച്ചിരുന്നു. ഇനിയിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അതെന്താ പണിക്കര് ഇങ്ങനെ പറഞ്ഞേ? ഒരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ്. പണിക്കര് ജോലി കിട്ടുമോ? ജോലി എന്ന് വേണമെങ്കിലും കിട്ടും. ഒരല്പം ചെലവുണ്ട്. അല്ല, ഞാൻ ഒപ്പിക്കാം. അയ്യോ, അത് വേണ്ട പണിക്കര്. എന്ത് വേണ്ടി വരും? ഒരു 3-4 ക്ലാർക്കന്മാരുണ്ട്, ദരിദ്രവാസികൾ. അവന്മാരുടെ കയ്യിൽ എന്തെങ്കിലും വച്ചു കൊടുത്താലേ കടലാസ് നീങ്ങും. എങ്കിലും എല്ലാം കൂടി എന്ത് വേണ്ടി വരും? ഒരു 45 രൂപ വേണം ചേട്ടാ. അത് ചേട്ടൻ തന്നെ അവരുടെ കയ്യിലോട്ട് വച്ചു കൊടുത്താൽ മതി. എന്റെ പൊന്നു പണിക്കര്, അതുകൂടി ഒന്ന് ഏൽക്കണം. എനിക്ക് രൂപയൊക്കെ കൊടുക്കാൻ അറിഞ്ഞുകൂടാ. ഇപ്പൊ ചേട്ടന് വയ്യെങ്കിൽ ഞാൻ കൊടുക്കാം. പണിക്കരെ, എന്റെ മക്കൾ പോലും അറിയാതെ കുറച്ച് കാശ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കൊണ്ടുവരാം. ഇനി എത്ര ആയാലും പണിക്കരത് സാധിച്ചു തരണം. അല്ല, കുഞ്ഞൊന്ന് പള്ളിക്കൂടത്തിലൊന്നും പോയില്ലയോ? ഞാൻ പഠിത്തമൊക്കെ നിർത്തി. ഒന്നോർത്താൽ അതാ നല്ലത്. വെറുതെ പഠിച്ചിട്ട് എന്തിനാ? ഓരോരുത്തർ പെടുന്ന പാട് കാണണം. കുഞ്ഞിനെങ്കിലും ആ ബുദ്ധി തോന്നിയല്ലോ. പണിക്കരെ, എന്റെ ദേവകിയുടെ കല്യാണത്തിന് വെറും നൂലെ താലി കെട്ടരുതെന്ന് എനിക്ക് വലിയ ആശയായിരുന്നു. അതിനു വേണ്ടി ഇത്തിരി പൊന്ന് വാങ്ങിക്കാൻ തിന്നാതെയും കുടിക്കാതെയും ചേർത്ത് വെച്ച കാശാണിത്. ഇതെത്ര ഉണ്ട്? 34 ഉണ്ട്. തൽക്കാലം ഇതുകൊണ്ട് നിർത്ത്. ബാക്കി നമുക്ക് പിന്നെ കൊടുക്കാം. അത് പറ്റില്ല ചേട്ടാ. കുഴഞ്ഞല്ലോ പണിക്കരെ. ഇനി 11 രൂപ കൂടെ മതിയല്ല അച്ഛാ. എന്ന് പറഞ്ഞ പണം വേണ്ടേ മോളെ? അതിന് വഴിയുണ്ടച്ചാ. മോളെ, ഇതാ
ഇത് വിറ്റ് മിച്ചം എടുത്തോളും. ആ അതാണ് ബുദ്ധി. കൊച്ചാണെങ്കിൽ അവളെ കണ്ടുപിടിക്കണം, മിടുക്കി. പിന്നെ തൽക്കാലം ഈ നമ്മൾ 3 പേരും അറിഞ്ഞാ മതി. ജോലിക്കാര്യമാ, വല്ല കുഴപ്പമുണ്ടായാല്. ശരിയാണ് മോളെ, ഇപ്പൊ ആരോടും പറയണ്ട. ആ പിന്നെ കാതിക്കടന്ന് എന്ത് ചെയ്യുന്ന ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയും? ആണി പോയിട്ട് ഊരി വെച്ചാന്ന് പറയും. അയ്യോ ഇവള് കൊച്ചാണെന്ന് പറയുന്നത് നമ്മളാ മണ്ടന്മാര്. അതിബുദ്ധി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നാളെ ശുദ്ധം വെളുക്കും മുമ്പേ ഞാനിവിടെ എത്തും. എന്റെ